മോനെ, എന്താടാ നിന്റെ പ്രശ്നം? എടാ, നിനക്കൊരു പ്രശ്നം ഉണ്ടായി ഞാനുണ്ടാവില്ലടാ. ഇനിയുള്ള കഥ ആരംഭിക്കുന്നത് ആ മണലാരണ്യങ്ങളിൽ നിന്നാണ്. എന്തെങ്കിലും അപാകത വന്നാൽ അതിന്റെ ഉത്തരവാദിത്തം നിനക്കാ. പ്രശ്നം ഉണ്ടാക്കാനുള്ള നാടകം കളിക്കരുത്. കഴിവില്ലെങ്കിൽ പറടാ. ഷാനവാസിന്റെ ഡ്യൂട്ടിയാണത്. ഇവനെ തടയണ്ട, ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. വേറെ എവിടെങ്കിലും പണിക്ക് ശ്രമിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഒരു കയ്യകലം മാറിന്നോ അല്ലെങ്കിൽ അവനെന്താ ഗുണ്ടേ? നമുക്കിട്ട് വേല വെച്ചതല്ലേ, രണ്ടെണ്ണം കൊള്ളട്ടെ. നിന്റെ മേടിച്ചിട്ട് നിന്ന് ഞാൻ പോണുള്ളൂ. അങ്ങനെയാ പറ്റില്ല. തലടാ ഒരു ഒറ്റ ഇടിയ വെച്ചുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. ഇവരുടെ പ്രശ്നം ഒത്തീർപ്പാക്കാൻ ഞാൻ ശ്രമിച്ചതാ. ഇവരെന്നെ ഇപ്പൊ തീർത്താനെ. ചോദിച്ചു വാങ്ങേണ്ടതല്ല. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. അഗ്നിപർവ്വതം അവിടെ പുകഞ്ഞു തുടങ്ങി, അതുടനെ പൊട്ടും. അവന്റെ കാര്യവും ഓക്കേ. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. അങ്ങനെ ഒരു മാറ്റം ഇവർക്കുണ്ടായി. എന്താ ഇതൊന്ന് പിന്നു കുത്തിത്താ പുറകില്. സ്നേഹത്തോടെ വിളിക്കുമ്പം എങ്ങനെയാ വരണില്ല എന്ന് പറയാ. കുത്തിത്തായോ? ഇവിടെ വെച്ചിട്ട് അപ്പൊ എന്റെ വീക്ഷണ കൊണ്ടകം തെറ്റിയാ. ഇവരെന്താ ചെയ്യാ? അവര് വഴക്ക് പറഞ്ഞ ചങ്ങായിമാരായില്ലേ? ഇന്നലെ രാത്രി 10:15 വരെ അവർ ചങ്ങാതിമാരല്ല, 10:16 അവർ ചങ്ങാതിമാരായത്. ദൈവത്തിന്റെ ഒരേ കളികളെ. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. ഇങ്ങനെയുള്ള ഇനി വേറെ ഉണ്ടോ നാട്ടില്? ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി. ഞാൻ അങ്ങോട്ട് പറയിപ്പിക്കണ അനീഷ. എന്തൊരു ചേർച്ച. ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. അനീഷിന്റെ സുഹൃത്തായിട്ട് അനീഷ് കരുതുന്നത് ഷാനവാസിനെയാണ്. എന്നയാ നടക്കുന്നത് തലവരെ നടന്നത്. സുഹൃത്ത് ഞാൻ പറഞ്ഞില്ലടാ. പിണക്കവും പരിഭവവും ഒന്നും ഇല്ലാന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ശത്രു എന്ന രീതിയിൽ തീർച്ചയായിട്ടും ആര്യനെയാണ്. അപ്പൊ വന്താൻ തലവര നിങ്ങളുടെ കോ ക്ലീനറോട് എന്റെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാൻ പറയാം. പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ. എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. ലേറ്റ് ആയിട്ടേ പണി എടുക്കത്തുള്ളെങ്കിൽ പണി കൂടുതൽ കൊടുത്തോളാം. ആശാന്റെ ദുർനടപ്പ് ഇതുവരെ മാറിയില്ലേ? കൊടുക്ക് സാറേ. ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. ഇയാൾക്ക് എന്താണ് വയ്യേ? ഇവിടെ റാഗിംഗ് നടക്കില്ല, ടോർച്ചറിങ് നടക്കില്ല. ഒരു ഗസ്റ്റുകളുടെ രണ്ടുപേരും അതിന് തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് തേയില മേടിച്ചിട്ട് കട്ടൻ ചായ കുടിക്കാം. നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ വയ്യ. ഗസ്റ്റുകൾക്ക് മറുപടി അറിയേണ്ട ആവശ്യമില്ല. ഇനി ഇവരോട് ഇതെല്ലായിടത്തും പുറത്തിടാൻ പറ. ഞാൻ ക്ലിയർ ചെയ്തോളാം. ഇതെല്ലായിടത്തും പുറത്തിട്ടോ. പറയാനുള്ളത് പോലെ. വൃത്തികേട് കോരാനാണ് നിങ്ങളെ വെച്ചേക്കുന്നത്. ഈ വൃത്തികേട് ഇത്രയും കാലം സഹിക്കുന്നില്ലേ? കിട്ടിയല്ലോ, ഇവിടെ ഇതാണോ അനീഷ് വൃത്തികേടാണോ? എന്നോട് വിരോധം തോന്നിയാലും വേണ്ടില്ല. സാറിന് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരു പൈസ ഒരു ഉളുപ്പില്ലാതെ അച്ഛനോടുള്ള അച്ഛൻ പറഞ്ഞാൽ ഇതോടെല്ലാം സറണ്ടർ ഞങ്ങൾ പണിക്ക് ഞങ്ങളെ ജോലിയോ കൂടിയിട്ടുണ്ട്. ഒരുമിച്ച് വന്നതാണോ? അല്ലല്ലോ. എള്ളുണങ്ങുന്ന എണ്ണയ്ക്കാണെന്ന് വെക്കാം. അതിന്റെ കൂടെ കിടന്ന് ഈ ആട്ടുകാട്ട് ഉണങ്ങുന്ന എന്തിനാണ് മനസ്സിലാവുന്നത്? നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ഞങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ. ഞങ്ങളെന്ന് പറയുന്നത് പറ്റതൊന്നുമല്ലല്ലോ. തന്റെ ഈ ഷോ തന്റെ സ്ഥിരം നിലവാരത്തിൽ എത്തിയില്ലെങ്കിലും സാമാന്യം നല്ല ബോറാവുന്നുണ്ട്. സ്റ്റാർസ് കൊടുക്കുന്നതിന് മുമ്പ് ഷാനവാസിന്റെ കയ്യിൽ നിന്ന് സ്റ്റാർ വാങ്ങണം. നമ്മൾ ദുഃഖിക്കേണ്ടി വരരുതേ. നീ ദുഃഖിക്കാണ്ടിരുന്നാ മതി. ഷാനവാസ് ചീപ്പ് സീരിയൽ അല്ല, റിയാലിറ്റി ടിവി ഷോ. സെറ്റിലിനുള്ളിൽ കയറിക്കോട്ടെ. എനിക്ക് അവിടെ കാണാം സാറേ. ഒന്ന് ചുമ്മാ ഓൾറെഡി സസ്പെൻഷനിലാണ്. എന്റെ പണി കളയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉള്ള കോയിൻസ് എല്ലാം ഷാനവാസ് റിട്ടേൺ ചെയ്യണം. എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയാ വരുന്നേ? ഞങ്ങൾക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഞങ്ങളല്ല, നിങ്ങൾ ആണോ? സീറോ സ്റ്റാൻഡേർഡ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ എന്തുകൊണ്ടാണെന്നുള്ളത്. ശാന്തല്ലും ഒരു തെണ്ടി ചോദിക്കാൻ പാടില്ല. പക്ഷെ എന്റെ അനിയനെ ഏതെങ്കിലും ഒരു തെണ്ടി തൊട്ടാ ഞാൻ ചോദിക്കും സാറേ,
വാസിനെ ഒറ്റയ്ക്ക് കിട്ടി അറ്റാക്ക് ചെയ്യണം എന്നുള്ളത് എല്ലാവരുടെയും കൂട്ടായ തീരുമാനമാണ്. അവനൊരു സിഗ്നൽ തന്നിട്ടുണ്ട്, അതിൽ വീഴണോ വേണ്ടത് തീരുമാനിക്കുന്നത് ഷാനവാസാണ്. വലിയൊരു സിഗ്നൽ. പിന്നെ നീ നിർത്തിക്കോ, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. തന്നെ വായുടെ പോയി ഷാനവാസ് തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി. എന്റെ മനസ്സും അടുത്തു വെറുതെ അച്ഛന്റെ കാശ് കളയാനായിട്ട്. എവിടെ ചെന്നാലും അവഗണനയും പരിഹാസവും. ഷാനവാസും കുറെ കാലങ്ങളായിട്ട് ഈ ഹോട്ടലിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. എന്നെ കൊണ്ട് കൂട്ടിയ കുറ കേസല്ലേ. കുറെ അധികം നേരമായി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇയാള് വെയിറ്റ് ചെയ്യാനായിട്ട് ഇയാൾ എന്തെന്റെ കെട്ടിവരാ? ആഞ്ജനേയ സ്വാമി, ഇയാളുടെ തരത്തിൽ പോയി കളിക്കണോ? എനിക്കൊരു ഉപകാരം ചെയ്യൂ, പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. ഒരുമാതിരി വൃത്തിയായിട്ട പരിപാടി കാണിക്കല്. ഇയാള് പോവാൻ നോക്ക്. പണി പഠിപ്പിക്കല്ലേ, ആരോട് എന്ത് ചോദിക്കണം എന്നൊക്കെ എനിക്കറിയാം. സാറിന് അറിയാവുന്ന ഐറ്റം ഏതാന്ന് മനസ്സിലായി. അവളുടെ സ്ഥാനത്ത് വല്ല ആമ്പിള്ളാരും ആയിരുന്നെങ്കിൽ എപ്പ വാരിയിൽ ഒടിഞ്ഞെന്ന് ചോദിച്ചാ മതി. വിളിച്ച സമയത്ത് വരാത്തോണ്ടല്ല അയാളെ വന്ന് കഴിക്കുന്നത്. വേലി ചാടിയ പശു കോല കൊണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്, നീ ഓർമ്മയില് വെച്ചോ. അഹങ്കാരത്തിന് കൈയും കാലും വെക്കുക, എന്നിട്ട് പെണ്ണെന്ന പേരും. ബ്രദറിനെ കുറിച്ച് അനാവശ്യം പറയുന്നു. ഇയാളുടെ സ്വഭാവം കാരണം നീയാണല്ലോ കോടതി. നിങ്ങളിൽ ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ വേണ്ടേ? എന്റെ പൊന്നോ വേണ്ട. ഇതിനായി മറ്റൊരു ടാസ്ക് ഉടൻ നൽകാം. നിന്നെ ഇതും കൂടെ സംസാരിക്കാൻ വയ്യ. ഒന്നും കൊഴിവെട്ടി മൂടാൻ തിരക്ക് കൂട്ടണ്ട. കുന്തക്കാലിരുത്തി തന്നെ കൊണ്ട് തന്നെ മാന്തി എടുപ്പിക്കും ഞാൻ.